അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഏപ്രിൽ 2000. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈ യൂസിങ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ടു ഫൈൻഡ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നെസസറി ഡാറ്റ ഈസ് ഗിവൺ 8A ആണ്. 8 മാർക്കാണ് അല്ലേ? 8A മാർക്കാണ്. അപ്പോൾ 10, 9, 7, 11 10, 9, 7, 11 ബാക്കിയെല്ലാം നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ ABCD എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലേക്ക് ഡിമാൻഡ് ആവശ്യമുണ്ട്. ഫാക്ടറികൾ 1, 2, 3, 4 എണ്ണമാണ്. ഫാക്ടറി 1-ലാണെങ്കിൽ 10 എണ്ണം ഉണ്ടാക്കുന്നു, 2-ലാണെങ്കിൽ 8 ഉണ്ടാക്കുന്നു, 3-ലാണെങ്കിൽ 7 ഉണ്ടാക്കുന്നു, 4-ാമത്തെ ഫാക്ടറിയിൽ 9 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ആവശ്യമുണ്ട്? 11 ആവശ്യമുണ്ട്. ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ആവശ്യമുണ്ട്? 12 ആവശ്യമുണ്ട്. സി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ആവശ്യമുണ്ട്? 5 ആവശ്യമുണ്ട്. ഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ആവശ്യമുണ്ട്? 6 എണ്ണം ആവശ്യമുണ്ട്. അപ്പോൾ അവൈലബിൾ എന്ന് പറയുന്നത് മൊത്തം എത്ര ഉണ്ട്? എ 1, 2, 3, 4 ഫാക്ടറിയും കൂടെ ചേർന്നിട്ട് 10 + 8 18 + 7 25 25 + 9 34. അതേസമയം റിക്വയർമെൻറ്റ് എത്രയുണ്ട്? റിക്വയർമെൻറ്റ് എയിലേക്ക് 11 11 ബിയിലേക്ക് 12 11 + 12 23. സി എന്ന് പറയുന്നതിലേക്ക് 5 ആവശ്യമുണ്ട്. അപ്പോൾ 23 5 28ആയി. ഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ആവശ്യമുണ്ട്? 6 എണ്ണം കൂടെ. അപ്പോൾ 28 + 6 34. അപ്പോൾ അവൈലബിലിറ്റിയും ഡിമാൻഡും അല്ലെങ്കിൽ റിക്വയർമെൻറ്റും തുല്യമാണ്. അതുകൊണ്ട് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോവാം. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ് ചെയ്യാൻ പറഞ്ഞത്. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിൽ വെസ്റ്റ് കോർണറിൽ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടേക്ക് അവൈലബിൾ ആയിട്ട് ഫാക്ടറി 1-നുള്ളത് 10 എണ്ണമാണ്. പക്ഷേ 11 ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് അവിടെ എന്ത് കൊടുക്കാനേ പറ്റുള്ളൂ? 10 കൊടുക്കാനായിട്ടേ പറ്റുള്ളൂ. ബാക്കി 1 ബാക്കിയുണ്ട്. അത് അതിൻ്റെ താഴെ കൊടുത്തു. എന്തുകൊണ്ട് താഴെ കൊടുത്തു? അപ്പുറത്ത് കൊടുത്തു. അതിനപ്പുറത്ത് കൊടുക്കാൻ കഴിയില്ല. കാരണം ഫാക്ടറി 1-ന് 10 എണ്ണേ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫാക്ടറി 2-ൽ നിന്ന് 8 എണ്ണം ഉള്ളിടത്തു നിന്ന് 1 എണ്ണം വാങ്ങി. അങ്ങനെയാണ് 8-നോട് ചേർന്ന് 1 ആക്കി മാറിയത്. ഈ 8 എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടറി 2-ൽ നിന്ന് എ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള യൂണിറ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ ബാക്കി എത്ര എണ്ണം വരും? 7 എണ്ണം വരും. അപ്പോൾ 7 എണ്ണം നമ്മൾ എവിടെ നിന്ന് എടുത്തു? 2-ൽ തന്നെ 2 എന്ന് പറയുന്ന ഫാക്ടറിയിൽ 8 ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 7 കൊടുത്തു. പക്ഷേ അതേസമയം ഈ ബി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളത് പൂർത്തിയായോ? ഇല്ല. അവിടെ എത്രയായിട്ടുള്ളൂ? മൊത്തം 12 ഉള്ളതിന് പകരം 7 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 5 കൂടെ ഇനി വേണം. 5 എവിടെ നിന്ന് എടുക്കുന്നു? ഫാക്ടറി 3-ൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ ഫാക്ടറി 3-ൽ നിന്ന് 5 എടുത്തു. 5 എടുത്തപ്പോൾ ഇനി അടുത്ത ബാക്കി അവിടെ എത്ര വരുന്നു? നമ്മുടെ വെസ്റ്റ് കോർണർ മെത്തേഡ് ആകുമ്പോൾ താഴെ കൊടുക്കാനായിട്ട് കഴിയത്തില്ല. കാരണം താഴെ ആവശ്യവുമില്ല. കാരണം എന്താണ്? താഴെ എന്ന് പറയുന്നത് ഫാക്ടറി ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ആവശ്യമുള്ളൂ? 12 ആവശ്യമുള്ളൂ. ഇപ്പോൾ തന്നെ 7 + 5 12 അവിടെ റെഡിയായി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനിയുള്ളത് എന്താണ്? ഇതാണ് ഫാക്ടറി സിയിലേക്കാണ്. സിയിലേക്ക് എത്ര ഇപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ? 5 കൊടുത്ത സ്ഥിതിക്ക്. ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫാക്ടറി 3-ൽ നിന്ന് 5 കൊടുത്ത സ്ഥിതിക്ക് ഇനി അവിടെ എത്ര അവൈലബിൾ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പോൾ 2 അവിടെ നിന്ന് എടുത്ത് കൊടുത്തു. ഇനി പക്ഷേ സി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇനി എത്ര ആവശ്യം കൂടി ഉണ്ട്? 5 ആണ് ആവശ്യമുള്ളത്. 2 കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 3 കൊടുത്തു. അപ്പോൾ 3 കൊടുക്കുന്ന സമയത്ത് പിന്നെ ഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ആവശ്യമുണ്ട്? 6 എണ്ണം ആവശ്യമുണ്ട്. 6 എണ്ണത്തിൽ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി? ഡി നമ്മുടെ ലാസ്റ്റ് ഫാക്ടറി ആയിട്ടുള്ള 4-ൽ ഇനി എത്രയേ ബാക്കിയുള്ളൂ? ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം എത്രയേ ബാക്കിയുള്ളൂ? 3 എണ്ണമേ ബാക്കിയുള്ളൂ. അപ്പോൾ 3 എണ്ണം കൂടി 6 എണ്ണമാണ് ബാക്കിയുള്ളത്. 6 എണ്ണവും നമ്മളവിടെ 6 എണ്ണമാണ് ബാക്കിയുള്ളത്. അത് 6 അവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 10 എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഫാക്ടറി 1-ൽ നിന്ന് എ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, എ എന്ന് പറയുന്ന റിക്വയർമെൻ്റ് ഉള്ള സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള യൂണിറ്റ് കോസ്റ്റ് ആണ് 10. അതേപോലെ തന്നെയാണ് 8 6 12 14 3 9 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ടോട്ടൽ ഫീസിബിൾ സൊല്യൂഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ അബവ് ഫിഗർ കറസ്പോണ്ടിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു Z ഈസ് ഈക്വൽ ടു 10 × 10 + 8 × 1 + 7 × 6 + 12 × 5 + 2 × 14 + 3 × 3 + 9 × 6 ഈസ് ഈക്വൽ ടു എത്ര? 306. താങ്ക് യു.